പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജനയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത്. ഇത് തികച്ചും ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. എന്താണ് പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജന? ചെറുകിട നാമമാത്ര കർഷകർക്ക് വാർദ്ധക്യകാലത്ത് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പെൻഷൻ പദ്ധതിയാണ് ഇത്. 60 വയസ്സ് തികയുമ്പോൾ കർഷകർക്ക് മാസം തോറും ഒരു നിശ്ചിത തുക പെൻഷനായി ലഭിക്കുന്നു. നമ്മൾ മലയാളികൾക്ക് എന്നും ഒരു പേടിയുണ്ട്, പ്രായമായാൽ എന്തു ചെയ്യും എന്നുള്ളത്. സർക്കാർ ജോലിക്കാർക്ക് ഇപ്പോൾ പെൻഷനുണ്ട്, പ്രവാസികൾക്ക് മറ്റ് സമ്പാദ്യമുണ്ടാകാം. പക്ഷേ മണ്ണിൽ പണിയെടുക്കുന്ന നമ്മുടെ കർഷകർക്കോ 60 വയസ്സ് കഴിഞ്ഞാൽ ആര് നോക്കും? മക്കളോട് ചോദിച്ചാൽ ചിലപ്പോൾ ഇപ്പോൾ തരാമെന്ന് പറഞ്ഞ് അവർ ഫോണിൽ നോക്കിയിരിക്കും. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജന. ലളിതമായി പറഞ്ഞാൽ കർഷകർക്കുള്ള ഒരു പെൻഷൻ പദ്ധതി. ഇതിനെക്കുറിച്ച് ഏറ്റവും കാര്യങ്ങൾ വെറും 5 മിനിറ്റിൽ നമുക്ക് നോക്കാം. വീഡിയോ മുഴുവനായി കാണുക, കാരണം ഇത് നിങ്ങളുടെ വയസ്സുകാലത്തെ ഒരു ലോട്ടറിയാണ്. ഇതിൻ്റെ പ്രധാന ഗുണങ്ങൾ: മാസ പെൻഷൻ 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ പ്രതിമാസം 3000 രൂപ പെൻഷൻ ലഭിക്കും. വർഷത്തിൽ 36,000 രൂപയാണ് ഇതിൻ്റെ പെൻഷൻ. ഇനി കുടുംബ പെൻഷൻ. പദ്ധതിയിൽ അംഗമായ കർഷകൻ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ പങ്കാളിക്ക് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് പെൻഷൻ തുകയുടെ 50% പ്രതിമാസം 1500 രൂപ കുടുംബ പെൻഷനായി ലഭിക്കുന്നു. സർക്കാർ വിഹിതം. നിങ്ങൾ എത്ര രൂപയാണോ ഓരോ മാസവും അടയ്ക്കുന്നത് അത്രയും തുക കേന്ദ്ര സർക്കാരും ഈ പെൻഷൻ പദ്ധതി അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കും. എന്താണ് ഈ പദ്ധതി എന്ന് ചോദിച്ചാൽ സംഗതി സിമ്പിളാണ്. നമ്മൾ ഇപ്പോൾ കുറച്ച് പൈസ മാസം തോറും അടയ്ക്കുന്നു. അതിന് പകരമായി 60 വയസ്സ് കഴിയുമ്പോൾ മാസം തോറും 3000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. സ്ഥിര വരുമാനം. 60 വയസ്സ് കഴിഞ്ഞാൽ മരണം വരെ മാസം 3000 രൂപ ഉറപ്പ് ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് ഇത്. കേരള സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ഇതിന് ബന്ധമില്ലാത്തതുകൊണ്ട് മറ്റ് പെൻഷൻ വാങ്ങിക്കുന്നവർക്ക് ഈ പെൻഷനും വാങ്ങാവുന്നതാണ്. കുടുംബ സുരക്ഷ. കർഷകൻ മരിച്ചുപോയാൽ പങ്കാളിക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് പെൻഷൻ തുകയുടെ 50% ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നേട്ടം. സ്വമേധയാ ഈ പെൻഷൻ പദ്ധതിയിൽ നിന്നും നമുക്ക് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകുവാനും അനുവാദമുണ്ട്. എപ്പോൾ നിർത്തണമെന്ന് തോന്നിയാൽ അടച്ച പൈസ പലിശ സഹിതം തിരിച്ചു കിട്ടും. പൈസ എങ്ങും പോവില്ല എന്നർത്ഥം. പലരും വിചാരിക്കുമ്പോൾ 3000 രൂപയല്ലേ ഉള്ളൂ എന്ന്. പക്ഷേ ആലോചിച്ചു നോക്കിയാൽ അന്ന് മരുന്നിനും ചായ കുടിക്കാനും ആരോടും കൈനീട്ടണ്ടല്ലോ. കൃത്യം 1-ാം തീയതി മെസ്സേജ് വരും, പൈസ വന്നു. ഇതാണ് ഈ പദ്ധതിയുടെ ഒരു ഗുണം. ആർക്കൊക്കെ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാമെന്ന് നോക്കാം. പ്രായപരിധി 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കർഷകർക്കാണ് ഈ പദ്ധതിയിൽ ചേരുവാൻ കഴിയുന്നത്. ഭൂമി. സ്വന്തം പേരിൽ കൃഷിഭൂമിയുള്ള 2 ഹെക്ടർ അഥവാ 5 ഏക്കർ വരെ കൃഷിഭൂമിയുള്ള ചെറുകിട നാമമാത്ര കർഷകർക്ക് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാവുന്നതാണ്. 5 സെൻറ്റ് മുതൽ 5 ഏക്കർ വരെ ഭൂമിയുള്ളവർക്കാണ് ഈ പദ്ധതിയിൽ ചേരുവാൻ സാധിക്കുന്നത്. ഇനി അയോഗ്യതകൾ. സർക്കാർ ജോലിയുള്ളവർ, ഇൻകം ടാക്സ് അടയ്ക്കുന്നവർ, മറ്റു പെൻഷൻ പദ്ധതികളിൽ ESIC, MPS തുടങ്ങിയ പദ്ധതികളിൽ അംഗങ്ങളായിട്ടുള്ളവർ എന്നിവർക്ക് ഈ പദ്ധതിയിൽ ചേരുവാൻ കഴിയുന്നതല്ല. ഇനി നിക്ഷേപത്തുക. പദ്ധതിയിൽ ചേരുമ്പോഴുള്ള പ്രായമനുസരിച്ചാണ് ഓരോ മാസവും അടയ്ക്കേണ്ട തുക നിശ്ചയിക്കുന്നത്. ഉദാഹരണം, 60 വയസ്സ് വരെയാണ് ഈ തുക അടയ്ക്കേണ്ടത്. 18 വയസ്സിലാണ് ഈ പദ്ധതിയിൽ ചേരുന്നത് എങ്കിൽ പ്രതിമാസം 55 രൂപ മാത്രം അടച്ചാൽ മതിയാവുന്നതാണ്. എന്നാൽ 30 വയസ്സിൽ ചേരുന്നവർ പ്രതിമാസം 110 രൂപ അടയ്ക്കണം. 40 വയസ്സിലാണ് ഇതിന് ചേരുന്നത് എങ്കിൽ പ്രതിമാസം 200 രൂപയാണ് അടയ്ക്കേണ്ടത്. 40 വയസ്സ് വരെയാണ് ഈ പദ്ധതിയിൽ ചേരുവാനുള്ള പ്രായപരിധി. ഇനി അപേക്ഷിക്കേണ്ട വിധം. അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കോമൺ സർവീസ് സെൻറ്റർ CSC മുഖേനയോ സൗജന്യമായി ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനിയും 18 വയസ്സിൽ ചേരുന്നവർ പ്രതിമാസം 55 രൂപയാണ് ഈ പദ്ധതിയിൽ അടയ്ക്കേണ്ടത്. അതുപോലെ 30 വയസ്സിൽ ചേരുന്നവർ പ്രതിമാസം 110 രൂപ അടയ്ക്കണം. 40 വയസ്സിലാണ് ഈ പദ്ധതിയിൽ ചേരുന്നത് എങ്കിൽ പ്രതിമാസം 200 രൂപയുമാണ് അവർ അടയ്ക്കേണ്ടത്. ഇനി അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയെന്ന് നോക്കാം. അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ
കോമൺ സർവീസ് സെൻറ്റർ CSC വഴിയോ സൗജന്യമായി ഇത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സ്വയം രജിസ്റ്റർ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് mandhan.in എന്ന പോർട്ടൽ ഉപയോഗിച്ച് സ്വയമായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. PM കിസാൻ ആനുകൂല്യം ലഭിക്കുന്നവർക്ക് ആ തുകയിൽ നിന്നും പ്രീമിയം നേരിട്ട് ഈടാക്കാനുള്ള സൗകര്യവും ഇതിൽ ലഭ്യമാണ്. ഇതിന് ആവശ്യമായ രേഖകൾ എന്തൊക്കെയെന്ന് നോക്കാം. 1. ആധാർ കാർഡ്. 2. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ IFSC കോഡ് സഹിതം. 3. ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ, അതായത് കരമടച്ച രസീത്. ഇനി എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം. അപേക്ഷിക്കാൻ വലിയ പാടൊന്നുമില്ല. അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ കോമൺ സർവീസ് സെൻറ്ററിലോ പോയാൽ മതി. ആധാർ കാർഡും ബാങ്ക് പാസ്ബുക്കും കയ്യിൽ കരുതണം. ഇനി ആരെയും കാത്തു നിൽക്കണ്ട. കയ്യിലുള്ള ഫോണിലൂടെ കിസാൻ മന്ഥൻ പോർട്ടൽ വഴിയും നേരിട്ട് ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, കൃഷിപ്പണി ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഭാവിയും സുരക്ഷിതമാക്കാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി.